മതനിരപേക്ഷതയ്ക്കായി നിർഭയം പോരാടൂ എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം. മുസ്ലിങ്ങളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കാനും അക്രമികളെ ചെറുക്കാനും പ്രവർത്തകർ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുന്നു. കൊട്ടിഘോഷിച്ച് അഹമ്മദാബാദിൽ തുടങ്ങിയ കോൺഗ്രസ് സമ്മേളനം 2 വിഭാഗങ്ങളിലേക്ക് ചുരുങ്ങുന്നതാണ് കാണുന്നത്. പ്രവർത്തക സമിതിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ രാജ്യത്തെ മത ന്യൂനപക്ഷങ്ങളുടെ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കാനോ AICC മുന്നോട്ട് വരുന്നില്ല. ഇതിലുള്ള അതൃപ്തി മുതിർന്ന നേതാക്കൾ തന്നെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അഹമ്മദാബാദ് സമ്മേളനം വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ തിരികെയെത്താൻ സാമൂഹിക നീതി ഉന്നയിച്ച് സോഷ്യലിസ്റ്റുകൾ കവർന്നെടുത്ത പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കണമെന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനം. ചൊവ്വാഴ്ച സർദാർ പട്ടേൽ സ്മാരകത്തിൽ ചേർന്ന വിപുലമായ പ്രവർത്തക സമിതി യോഗത്തിൽ ഇതു സംബന്ധിച്ച കരടു പ്രമേയം അംഗീകരിച്ചു. ബുധനാഴ്ച സബർമതി തീരത്ത് ചേരുന്ന AICC സമ്മേളനം ന്യായ് പദ്, അതായത് നീതിയുടെ വഴി പ്രമേയം പാസാക്കും. BJPക്കെതിരെ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയം ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം മുതൽ OBC ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിൻ്റെ നട്ടെല്ലായിരുന്നുവെന്ന് സമാപന പ്രസംഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ വിഭാഗത്തിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ പാർട്ടിക്കൊപ്പമില്ല. മുന്നോക്ക വിഭാഗത്തിൽ മുഴുവൻ പേരും ഒരു കാലത്തും പാർട്ടിക്കൊപ്പമുണ്ടായിരുന്നില്ല. അതിനാൽ ഒപ്പമുണ്ടായിരുന്ന പിന്നോക്കക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കണം. അവരുടെ വിശ്വാസം ആർജിക്കണം. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തൊന്നും OBC ദളിത് വിഭാഗങ്ങളില്ല. അവരുടെ അവകാശത്തിനു വേണ്ടി സംസാരിക്കണം. ന്യൂനപക്ഷ ആക്രമണം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. വഖഫിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ തുടങ്ങിയ ആക്രമണം ഇനി ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്കും വരുമെന്നും അതിനാൽ ന്യൂനപക്ഷ സംരക്ഷണത്തിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സാമൂഹിക നീതിയാണ് കോൺഗ്രസിൻ്റെ ആശയ അടിസ്ഥാനമെന്ന് കരട് പ്രമേയത്തിൽ പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കക്കാരുമായവരെ ഒഴിവാക്കി ഒരു രാജ്യത്തിനും അഭിവൃദ്ധി പ്രാപിക്കാനാവില്ല. 1951 സംവരണം സുപ്രീം കോടതി റദ്ദാക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവാണ് ആദ്യ ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 15(4) ഉൾപ്പെടുത്തി അടിസ്ഥാന അവകാശങ്ങളിൽ സംവരണം കൊണ്ടുവന്നത്. 1993 സെപ്റ്റംബറിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ കോൺഗ്രസ് സർക്കാർ OBCകൾക്ക് 27% സംവരണം ഏർപ്പെടുത്തി. 2006 ജനുവരി 20 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ചു. നെഹ്റു തുടങ്ങിവെച്ച പ്രയാണം അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന സംവരണം ശക്തിപ്പെടുത്താൻ ജാതി സെൻസസ് നടത്തി അവകാശം നൽകണം. അതിനു പകരം BJP സർക്കാർ OBC SC/ST സംവരണം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ സംവരണ സീറ്റുകൾ ഇല്ലാതാവുകയാണ്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 30 ലക്ഷം തസ്തികകളാണ് നികത്താതെ കിടക്കുന്നത്. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വർഷം തോറും 19% നിരക്കിൽ വർദ്ധിക്കുകയാണെന്നും കരട് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തി. പ്രവർത്തക സമിതി യോഗത്തിൽ രൺദീപ് സിംഗ് സുർജേവാലയാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയത, ഭരണഘടനാ സംരക്ഷണം, സാമൂഹിക നീതി, ഇന്നലെ ഇന്ന് നാളെ, അധ്വാനിക്കുന്ന തൊഴിലാളികൾ, ദേശീയ ഐക്യം, സ്ത്രീ സമത്വം, നിയമപരമായ MSP, പരാജയപ്പെട്ട വിദേശ നയം, സംഘടനാ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ ഒറ്റ പ്രമേയവും ഗുജറാത്തിനായി മറ്റൊരു പ്രമേയവും അവതരിപ്പിച്ചു. ഇവ ബുധനാഴ്ച അംഗീകരിക്കും. പ്രമേയത്തിന്മേൽ ദിഗ്വിജയ് സിംഗ് ചർച്ച തുടങ്ങിവെച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ സംബന്ധിച്ചു. വിദേശത്തായതിനാൽ പ്രിയങ്ക ഗാന്ധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ചർച്ചയിൽ പങ്കാളികളായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവരും പാർലമെന്ററി പാർട്ടി സെക്രട്ടറി MK രാഘവൻ MPയും പങ്കെടുത്തു. 158 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്.
35 പേർ എത്തിയില്ല. വൈകിട്ട് സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനാ സമ്മേളനവും സാംസ്കാരിക പരിപാടിയും ഉണ്ടായിരുന്നു. തുടർച്ചയായ പരാജയത്തിൽ നിന്നും കോൺഗ്രസ് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ആദ്യ ദിവസത്തെ ചർച്ചയുടെ ദിശ വ്യക്തമാക്കുന്നത്. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.